ഹായ്, ഇന്നത്തെ ഈ കണ്ടന്റ് എൻ്റേതല്ല കേട്ടോ, ചേച്ചി പറഞ്ഞു തന്നാണ്. എങ്കിലും ഞാനിത് കുറേ നാൾ മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കന്നിമൂല സൈഡിൽ ഇങ്ങനെയൊന്നും വൃത്തികേടൊന്നും ആക്കി ഇടരുത്, എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇടണമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, കൊച്ചെ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, അതൊന്ന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കണം, നീ ഇതും കൂടെ ഒന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അറിയാവുന്നവർ കാണും, അറിയത്തില്ലാത്തവരാണ്. ചിലപ്പോൾ സ്ഥലം ഒന്നും ഒട്ടുമില്ലാത്തവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് കൊണ്ടുപോയി നട്ടുവെക്കുന്നവരും കാണും. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും മഞ്ഞള്, തുളസി, മന്ദാരം, ഈ 3 സാധനം ഒരു കാരണവശാലും കന്നിമൂല സൈഡിന് കൊണ്ട് നടരുത്. എന്നാന്ന് ചോദിച്ചാൽ, കുടുംബത്തെ സ്ത്രീകൾക്ക് കണ്ണുനീരും കയ്യും ആറ്റൊഴിയത്തില്ല. എന്തോരം സമ്പത്തുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാര്യയോ ഭർത്താവോ അല്ല കുടുംബാംഗങ്ങളോ ഒക്കെ ആയിട്ട് ഒരു കാരണവശാലും ഈ 3 സാധനം കന്നിമൂല സൈഡിൽ വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുറ്റത്ത് കിണറുണ്ടെങ്കിൽ കിണറിൻ്റെ സൈഡിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നിച്ച് ഒരിക്കലും കറിവേപ്പും മുരിങ്ങയും കൂടെ നട്ടു വെക്കരുത്. കിണറിൻ്റെ വക്കത്തായിട്ട് സൈഡിന് അപ്പുറത്തും ഇപ്പുറത്തും സ്ഥലം ഇല്ലെങ്കിൽ കിണറിനോട് ചേർന്നൊക്കെ നമ്മളിങ്ങനെ നടിയത്, അതും ഒരിക്കലും ചെയ്തു തരുത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചുള്ള വിശദമായ കുറേ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. ചില കുറവുകളാണ് നമ്മുടെ, എന്തെല്ലാം നമ്മൾ പറഞ്ഞു തന്നാലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലിക്കാത്തത്. അതുകൊണ്ട് നാളെ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ, ലോങ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.